ഇന്ന് നമ്മൾ ചെയ്യുന്നത് മൈ ഫെയ്ത്ത് വാച്ച്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികൾ വരാറുണ്ട്. അപ്പം ആ പ്രതിസന്ധികളിൽ നാം ഓർക്കേണ്ട കാര്യം എപ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം. അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം ആ വാച്ച് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പേപ്പർ കപ്പാണ്. അതുപോലെ തന്നെ ആ പേപ്പർ കപ്പിൻ്റെ ബേസിൻ്റെ അളവിൽ ഒരു ചെറിയ സ്ക്വയർ പേപ്പർ കൂടെയാണ് നമുക്ക് വേണ്ടിയത്. അപ്പം നമുക്ക് എങ്ങനെ ഇത് വാച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പേപ്പർ പീസ് ഈ ബേസ് വെച്ച് കറക്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. അതിൻ്റെ കറക്റ്റ് അളവറിയാൻ വേണ്ടി നമ്മളൊന്ന് പേപ്പർ കപ്പിൻ്റെ ബേസ് വെച്ച് നമ്മൾ ആ ചെറിയ പീസിൽ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കറക്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഈ ഔട്ട്ലൈനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വാച്ചിൻ്റെ ഡയലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ആ സർക്കിൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ബേസിൽ ഇവിടെ ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് ഇരിക്കുമെന്നൊന്ന് നോക്കുക, ഇല്ലെങ്കിൽ കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൽ കറക്റ്റായിട്ട് ഇത് ഫിറ്റ് ആകുമോ നോക്കുക. എന്നിട്ട് ഇനി പേപ്പറിൽ നമ്മൾ വാച്ചിൻ്റെ ഡയലിലെ നമ്പറൊക്കെ നമ്മൾ എഴുതി കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഒരു കളർ പെൻ എടുത്തിട്ട് ശേഷം വാച്ചിലെ പോലെ നമുക്ക് നമ്പേഴ്സൊക്കെ എഴുതി കൊടുക്കാം. കറക്റ്റ് ഇതിൽ നമ്മൾ നമ്പേഴ്സ് എഴുതി കൊടുത്തു. ഇനി വാച്ചിന്റെ ഡയലൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ഫെയ്ത്ത് വാച്ച് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വാച്ചിൽ നമ്മുടെ ഒരു റിമൈൻഡറോടെ എഴുതി കൊടുക്കാം, ജീസസ് ലവ്സ് മീ ഓൾ ദി ടൈം. അതായത് 24/7 ഏത് സമയത്തും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാച്ചാണിത്. അതുകൊണ്ട് നമുക്ക് ഈ വാച്ചിന്റെ സർക്കിളിനുള്ളിൽ നമുക്ക് അത് എഴുതി കൊടുക്കാം, ജീസസ് ലവ്സ് മീ ഓൾ ദി ടൈം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വാച്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ വാച്ചിൽ 4 o'clock അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫെയ്ത്ത് വാച്ചിൻ്റെ റിമൈൻഡർ നമ്മൾ എഴുതിയിട്ടുണ്ട്, ജീസസ് ലവ്സ് മീ ഓൾ ദി ടൈം. ഇനി നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ഇതിലേക്ക് ഈ പേപ്പർ കപ്പിൻ്റെ ബേസിലേക്ക് ഈ ഡയൽ നമ്മൾ ചെയ്തത് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട് ആ പീസ് ഇതിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മുടെ വാച്ചിൻ്റെ ഡയൽ മാത്രമേ റെഡി ആയുള്ളൂ, സ്ട്രാഫ് ഇനി റെഡി ആകാനുണ്ട്. നമ്മൾ ഈ കപ്പ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്ട്രാഫ് കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇത് കട്ട് ചെയ്യാം. ഇതിൻ്റെ സ്ട്രാഫ്, വാച്ചിൻ്റെ സ്ട്രാഫിന് നിങ്ങൾക്ക് എത്ര വീതി വേണം, എത്ര തിക്കാകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വീതി കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിലെ സ്ട്രാഫ് ഇതാ റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. 2 സൈഡ് നമ്മൾ കട്ട് ചെയ്തു. ഇനി അത് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്പൺ ചെയ്തു. ബാക്കി വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്ക് ഈ സ്റ്റാഫിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കയ്യിൽ വെയർ ചെയ്യണമല്ലോ. കറക്റ്റായിട്ട് കയ്യിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആദ്യം ഇതൊന്ന് കയ്യിൽ വെച്ച് നോക്കാം. ഏത് അളവിൽ നിങ്ങൾക്ക് വേണമെന്നുള്ളതിന് കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക. അത് എന്നിട്ട് നമുക്ക് ഈ 2 പീസയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം, നമുക്ക് എത്ര അളവിൽ ഇത് വേണമെന്നുള്ളത്. ഈ 2 പീസയിലും ഞാനിപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്, എനിക്ക് എത്ര അളവ് ആ വാച്ചിന് വേണമെന്നുള്ളത്. എക്സ്ട്രാ വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആ കപ്പിൻ്റെ ബേസിൽ ആ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. ഇനി നമ്മൾ വാച്ചിൻ്റെ അളവ് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യത്തെ പീസിൽ നമ്മൾ അതിൻ്റെ പകുതി ഭാഗം വരെ നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പീസ് പിടിച്ചിട്ട്, ഇതിപ്പോൾ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരുന്നു ഈ പീസിൽ കട്ട് ചെയ്തത്. ഇതിൻ്റെ നേരെ ബാക്കിലത്തെ പീസിൽ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പകുതി പോർഷനെ നമ്മൾ കട്ട് ചെയ്തുള്ളൂ. അപ്പം ബാക്ക് പീസിൽ ഇവിടുന്ന് കട്ട് ചെയ്തു, ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്തു. ഇനി നമ്മൾ കയ്യിൽ എങ്ങനെ ഈ കറക്റ്റ് കട്ട് ചെയ്ത ആ പോർഷനിലേക്ക് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഫെയ്ത്ത് വാച്ച് ഇതാ
റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ അളവിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാ സമയത്തും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ഓർമ്മ നമുക്കുണ്ടായിരിക്കണം ഏത് പ്രശ്നങ്ങൾ വന്നിരുന്നാലും. അപ്പം നിങ്ങൾ എല്ലാ കൂട്ടുകാരും ഇത് ചെയ്തു നോക്കുക.